നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്തെ സ്വകാര്യ പ്രണയ ഇടപാട് സ്ഥാപനത്തിലെ തിരിമറിയുമായി ബന്ധപ്പെട്ട് ജീവനെടുക്കാൻ ശ്രമിച്ച രണ്ടാമത്തെ യുവതിയും മരിച്ചു. സ്ഥാപനത്തിലെ ജീവനക്കാരി കൂടിയായ ചാവടിനട സ്വദേശിനി ഐശ്വര്യയാണ് മരിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. മറ്റൊരു ജീവനക്കാരിയും കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയിരുന്നു. സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കിയ സ്ത്രീ തിരികെ നൽകിയില്ല എന്ന് കുറിപ്പെഴുതിയാണ് ഐശ്വര്യയും അഞ്ജുവും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. വെളിയൂർ നെല്ലിവിള ജയഭവനിൽ വിഷ്ണുവിന്റെ ഭാര്യ അഞ്ജു എന്ന 28 വയസ്സുകാരിയാണ് ഇന്നലെ മരിച്ചത്. കബളിപ്പിച്ച് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയെന്നും തിരികെ ചോദിച്ചപ്പോൾ വിറ്റുപോയതായി പറഞ്ഞെന്നും അഞ്ജുവിന്റെ ആത്മഹത്യാ കുറിപ്പിലുള്ളതായി ബന്ധുക്കൾ അറിയിച്ചു. ഇരുവരുടെയും അടുത്ത സുഹൃത്തായ സിന്ധുവിനാണ് സ്ഥാപനത്തിൽ നാട്ടുകാർ പണയം വെച്ച 70 പവൻ സ്വർണം ഇവർ മറിച്ചു നൽകിയത്. ഈ സ്വർണം പുറത്ത് പണയം വെക്കുന്നതിലൂടെ ജീവനക്കാരികൾക്ക് കമ്മീഷൻ ലഭിച്ചിരുന്നെന്നും പറയപ്പെടുന്നു. എന്നാൽ പറഞ്ഞ സമയത്ത് സിന്ധു സ്വർണം തിരികെ നൽകിയില്ല. യഥാർത്ഥ ഉടമകൾ സ്വർണം തിരിച്ചെടുക്കാൻ എത്തിയതോടുകൂടി പരിഭ്രാന്തരായ യുവതികൾ ജീവനൊടുക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. സിന്ധു പോലീസ് കസ്റ്റഡിയിലാണ്. സിന്ധുവിന്റെ വീട്ടിൽ നിന്നും വ്യാജ വിസിറ്റിംഗ് കാർഡുകളും ബിൽ ബുക്കും കണ്ടെടുത്തു. സാമ്പത്തിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ സിന്ധുവിനെതിരെ 3 കേസുകളും ഉണ്ട്. തലസ്ഥാനത്തെ വെങ്ങാനൂരിലുള്ള സൂര്യ ഫിനാൻസ് എന്ന സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരികളായിരുന്നു അഞ്ജുവും അതുപോലെ തന്നെ ഇന്ന് രാവിലെ മരിച്ച യുവതിയും. വിശ്വസിച്ച ഒരു സ്ത്രീയുടെ ചതിയാണ് അഞ്ജുവിന് ജീവനെടുക്കാൻ പ്രേരിപ്പിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. കടുത്ത ചതിയുടെയും ലക്ഷങ്ങളുടെ സാമ്പത്തിക തട്ടിപ്പിന്റെയും വിവരങ്ങളിലാണ് പുറത്തുവരുന്നത്. സ്ഥാപന ഉടമ അറിയാതെ ജീവനക്കാരികൾ ഇടപാട് നടത്തി. ജീവനക്കാരികളെ വിശ്വസ്തരായ കൂട്ടുകാരിയും പറ്റിക്കുകയായിരുന്നു. ഒടുവിൽ കെണിയിൽ അകപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടിയാണ് യുവതികൾ കൂട്ട ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. കഴിഞ്ഞ 30-ാം തീയതിയാണ് അഞ്ജുവും മറ്റൊരു ജീവനക്കാരിയായ 32-കാരിയും ചേർന്ന് ഷാർജ ഷെയ്ഖിൽ എലിവിഷം കലർത്തി കുടിച്ചത്. മെഡിക്കൽ കോളേജ് ICUവിൽ മരണത്തോട് മല്ലടിക്കുന്നതിനിടയിലാണ് അഞ്ജുവും ഇന്ന് രാവിലെ മറ്റേ യുവതിയും മരിച്ചത്. എന്തായാലും അമരവിള ശാഖയിലെ ജീവനക്കാരി കഴിഞ്ഞ ദിവസം വരെ മരണ വ്യഗ്രതയിലായിരുന്നുവെങ്കിലും ഇന്ന് രാവിലെയാണ് മരണം സ്ഥിരീകരിച്ചത്. പോലീസ് അന്വേഷണത്തിൽ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇവരുടെ ആത്മഹത്യാ ശ്രമത്തിന് സ്വർണം സംബന്ധിച്ച ഇടപാട് തന്നെയാണ്. സൂര്യ ഫിനാൻസിന്റെ വിഴിഞ്ഞം അമരവിള ശാഖകളിൽ പണയമിരുന്ന യഥാർത്ഥ ഉടമകളുടെ സ്വർണം ഈ ജീവനക്കാരികൾ ചേർന്നാണ് തങ്ങളുടെ അടുത്ത കൂട്ടുകാരിയായ സിന്ധു എന്ന സ്ത്രീക്ക് മറിച്ചു നൽകിയത്. 1ഉം 2ഉമല്ല 70 പവൻ. 70 പവൻ സ്വർണമാണ് ഇത്തരത്തിൽ ബാങ്കിൽ നിന്നും ഇവർ പുറത്തേക്ക് കടത്തിയത്. ബാങ്കിലെ സ്വർണം സിന്ധുവിന് കൊടുത്ത് പുറത്തുള്ള മറ്റ് സ്ഥാപനങ്ങളിൽ ഉയർന്ന തുകയ്ക്ക് പണയം വെപ്പിക്കുന്നതിലൂടെയാണ് ഈ ജീവനക്കാരികൾക്ക് വൻതുക കമ്മീഷനായി ലഭിച്ചിരുന്നത്. കുറച്ചു നാളായി ഈ ബിസിനസ് സുഗമമായി നടന്നു വരികയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണത്തിന്റെ യഥാർത്ഥ ഉടമകൾ പണം തിരികെ നൽകി സ്വർണം വീണ്ടെടുക്കാനായി സൂര്യ ഫിനാൻസിൽ എത്തിയതോടുകൂടിയാണ് കഥ മാറി മറിഞ്ഞത്. പറഞ്ഞ സമയത്ത് സ്വർണം തിരികെ എത്തിക്കാൻ കൂട്ടുകാരി സിന്ധുവിന് കഴിഞ്ഞില്ല. വാങ്ങിയ 70 പവനും കൊണ്ട് സിന്ധു കൈയൊഴിഞ്ഞതോടുകൂടി ജീവനക്കാരികളായ യുവതികൾ പൂർണ്ണമായും പെട്ടുപോയി. സ്ഥാപന ഉടമയും നാട്ടുകാരും വിവരം അറിയുമെന്നും ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും ഉറപ്പായതോടുകൂടിയാണ് ഇവർ കടുത്ത മാനസിക വിഷമത്തിലായത്. ഇനി രക്ഷയില്ലെന്ന് ബോധ്യപ്പെട്ടതോടുകൂടിയാണ് ഇരുവരും ചേർന്ന് ഷാർജ ഷെയ്ഖിൽ എലിവിഷം കലർത്തി ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. യുവതികളെ ചതിക്കുഴിയിൽ വീഴ്ത്തിയ കൂട്ടുകാരി സിന്ധുവിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. യുവതികളിൽ നിന്ന് സ്വർണം കൈക്കലാക്കിയ ശേഷം സിന്ധു രാജ്യം വിട്ടിരുന്നു. അമേരിക്കയിൽ മകൾക്കൊപ്പമായിരുന്നു സിന്ധു താമസിച്ചിരുന്നത്. ജീവനൊടുക്കിയ അഞ്ജുവിൽ നിന്ന് 20 ലക്ഷം രൂപയാണ് സിന്ധു കൈക്കലാക്കിയത്. 50 പവൻ സ്വർണം ജീവനെടുക്കാൻ ശ്രമിച്ച ഐശ്വര്യ എന്ന യുവതിയിൽ നിന്നും വാങ്ങിയിരുന്നു. സിന്ധുവിന്റെ മകൻ രാഷ്ട്രപതിയുടെ പൈലറ്റും ഭർത്താവ് വിരമിച്ച ആർമി ഉദ്യോഗസ്ഥനുമാണ്. വെങ്ങാനൂർ അമരവിളയിലുള്ള സൂര്യ ഫിനാൻസ് ജീവനക്കാരാണ് മരിച്ച 2 പേരും.